Question: the variable x follows a normal distribution with mean 45 and standard deviation 10. Find the probability that first question x greater than or equal to 60. Then second question 40 less than or equal to x less than or equal to 56. Okay. So നമ്മൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ നമ്മൾ രണ്ട് പാരാമീറ്റേഴ്സാണ് മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യനിൽ അതെല്ലാം തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണെങ്കിൽ, ആ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ എക്സ് എന്നൊരു വേരിയബിൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആവുകയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എത്രയായിരിക്കും. ഇനി അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 40ൻ്റെയും 56ൻ്റെയും ഇടയിലാണെങ്കിൽ ആ എക്സിൻ്റെ പ്രോബബിലിറ്റി എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയാം, നമുക്ക് സെഡ് കിട്ടിയിട്ടുള്ള രീതിയിൽ ചെയ്യാനറിയാം. അതായത് ഇപ്പോൾ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് ഒരു വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ കേർവിൽ അത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ടേബിൾ വാല്യൂ എല്ലാം കണ്ടുപിടിച്ച് അതിൻ്റെ ആ ഒരു ഏരിയ കണ്ടുപിടിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ആ ഒരു വേരിയബിളിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ നമ്മളത് ഈ സെഡിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് അത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അതിനാദ്യം നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ഡീറ്റെയിൽസ് നമുക്ക് എഴുതാം. നമുക്ക് തന്നിട്ടുള്ളത് മീൻ 45 എന്നാണ്. മീൻ എന്ന് പറയുമ്പോൾ മ്യൂ ആണ്. മ്യൂ എന്ന് പറയുന്നത് 45 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ സിഗ്മ 10 തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയറ്റ് സെഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷനിൽ നമുക്ക് എക്സ് വരുന്നുണ്ട്. എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ആയിരുന്നു സെഡിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സെഡ് ഈക്വൽസ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ. ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് ഇനി നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്, ഇനി വരുന്ന പ്രോബ്ലംസ് എല്ലാം. കാരണം ഇവിടെ നമുക്ക് എക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സ് ഈക്വൽ 60 എന്നതിന് നമുക്ക് സെഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്നതിനെ ആദ്യം നമ്മൾ എക്സ് ഈക്വൽസ് 60 എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, സോ വെൻ എക്സ് ഈക്വൽസ് 60 ഇതിനെ നമുക്ക് സെഡ് ആക്കി എഴുതുകയാണെങ്കിൽ സെഡ് ഈക്വൽസ് ഈ എക്സിനെ സെഡ് ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് മ്യൂ കുറയ്ക്കുകയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് സെഡ് വാല്യൂ കിട്ടും. ഓക്കെ, സോ എക്സ് 60 ആണെങ്കിൽ ഇവിടെ സെഡ് ഈക്വൽസ് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 60 മൈനസ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 45 ആണ്. ഡിവൈഡ് ബൈ സിഗ്മ നമുക്ക് തന്നിട്ടുണ്ട് 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 15/10 ദാറ്റ് ഈക്വൽസ് 1.5 എന്ന് കിട്ടും. അപ്പോൾ അതിനർത്ഥം എക്സ് ഈക്വൽസ് 60 എന്ന് പറയുന്നത് സെഡ് ഈക്വൽസ് 1.5 എന്ന് പറയുന്നതിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി സെഡ് 1.5 ആണെങ്കിൽ നമുക്ക് ആ ഒരു നോർമൽ കർവ് വരച്ചുകൊണ്ട് ആ ടേബിൾ വാല്യൂ കണ്ടുപിടിച്ച് ആ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്നതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് കാണണമെങ്കിൽ, ഓക്കെ, പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60ൻ്റെ പ്രോബബിലിറ്റി കാണണമെങ്കിൽ ഇനി നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, പി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5ൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാൽ മതി. എക്സ് ഈക്വൽ 60 എന്ന് പറയുന്നത് സെഡ് ഈക്വൽസ് 1.5 എന്നതിന് സിമിലർ ആണെങ്കിൽ അതിനർത്ഥം പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് പറയുന്നത് പി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5 എന്ന് പറയുന്നതിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5 നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഓക്കെ, അതായത് നമ്മൾ നോർമൽ കർവ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ നോർമൽ കർവ് വരയ്ക്കുകയാണെങ്കിൽ 1.5 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5. ഇതിനപ്പുറത്തേക്കുള്ള ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, സോ ഇത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അതായത് ഈ ഒരു പോസിറ്റീവ് ഹാഫ് എന്ന് പറയുന്നത് ടോട്ടൽ 0.5 ആണ്. അതിൽ നിന്ന് ഈ ഒരു
0 മുതൽ 1.5 വരെയുള്ള ആ വാല്യൂ ടേബിളിൽ നമ്മൾ നോക്കിയെടുത്തിട്ട് ആ 0.5 നിന്ന് ഇത്രയും പോർഷൻ അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതിൻ്റെ പ്രോബബിലിറ്റി കിട്ടും, ആ ഏരിയ കിട്ടും അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ രീതിയിൽ എഴുതാം. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് പറയുന്നതിന് നമുക്ക് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 0.5 മൈനസ് ഈ 0.5 എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ഹാഫിൻ്റെ ടോട്ടൽ ഏരിയ. ഓക്കെ, 0.5 മൈനസ് ഇനി നമുക്ക് ഇതുവരെയുള്ള ഏരിയ ആണ് കുറയ്ക്കേണ്ടത്, ഈ 0 മുതൽ 1.5 വരെ ഉള്ളത്. ഓക്കെ, അതിന് നമ്മൾ എങ്ങനെ എഴുതാറ്? പി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1.5 അല്ലേ. സോ നമുക്ക് ആ വാല്യൂ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ സെഡ് ഈക്വൽസ് 1.5ൻ്റെ വാല്യൂ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.4332 ആണ്. ഓക്കെ, സോ 0.5 നിന്ന് 0.4332 കുറച്ച് കഴിഞ്ഞാൽ വി ഗെറ്റ് 0.0668 എന്ന് കിട്ടും. ഓക്കെ, സോ സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5ൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.0668 ആണ്. അതാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60ൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ കിട്ടിയ 0.4332 എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ്റെ ഏരിയ ആണ്. ഓക്കെ, നമ്മൾ ടോട്ടൽ 0.5 നിന്ന് ആണ് ഈ ഒരു ഏരിയ കുറച്ചിട്ടുള്ളത്. സോ ഹിയർ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ഈക്വൽസ് പി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5 ഈക്വൽസ് 0.0668. ഓക്കെ, സോ ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.0668 ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് പ്രോബബിലിറ്റി ദാറ്റ് 40 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 56 ആണ്. ഓക്കെ, പി ഓഫ് 40 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 56. അതായത് ഈ എക്സ് എന്ന് പറയുന്നത് 40ൻ്റെയും 56ൻ്റെയും ഇടയിലാവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എഗെയിൻ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് സെഡ് വെച്ചുകൊണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ഇതിലറിയുക. അപ്പോൾ നമ്മൾ ഈ എക്സിനെ സെഡ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ആദ്യം എക്സ് ഈക്വൽസ് 40 ആയിട്ടുള്ള രീതിയിൽ സെഡിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ എക്സ് ഈക്വൽസ് 56 ആവുന്ന രീതിയിൽ സെഡിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് ഈ ഒരു 40യും 56ഉം മാറ്റി ആ കിട്ടുന്ന വാല്യൂസും എക്സിനെ മാറ്റി നമുക്ക് സെഡ് എന്നും എഴുതാം. ഓക്കെ, അതായത് വെൻ എക്സ് ഈക്വൽസ് 40 സെഡ് എന്ന് പറയുന്നത് സെഡ് ഈക്വൽസ് നമുക്ക് ഇക്വേഷൻ അറിയാം, എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ആണ്. ദാറ്റ് ഈക്വൽസ് 40 മൈനസ് മ്യൂ 45 ഡിവൈഡ് ബൈ സിഗ്മ 10. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ -0.5 എന്ന് കിട്ടും. -5/10 എന്ന് പറയുന്നത് -0.5 എന്ന് കിട്ടും. ഓക്കെ, ഇനി വെൻ എക്സ് ഈക്വൽസ് 56 z ഈക്വൽസ് x minus mu by sigma, that equals 56 minus 45 by 10. We get 1.1. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സിനെ മാറ്റി സെഡ് ആക്കി എഴുതിയാലാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക. സോ പി ഓഫ് 40 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 56 എന്നതിനെ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പി ഓഫ് 40. ഇത് എക്സ് സെഡ് ആകുമ്പോൾ 40 എത്രയാവും? എക്സ് ഈക്വൽസ് 40 ആവുമ്പോൾ സെഡിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് -0.5 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 56 ആകുമ്പോൾ സെഡിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 1.1 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരെണ്ണത്തിനെ നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റി എഴുതുന്നു. അങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞിട്ടാണ് ദെൻ നമ്മൾ ആ ഒരു സെഡ് വാല്യൂസ് കണ്ടുപിടിച്ചുകൊണ്ട് അത് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് ആ ഒരു ഡയഗ്രാം വരച്ചുകൊണ്ട് സോൾവ് ചെയ്യാനറിയാം. സോ നോർമൽ കർവ് നമുക്ക് വരയ്ക്കാം.
നോർമൽ കേവ് വരച്ചിട്ട് അതിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്കുള്ളത് -0.5ൻ്റെയും 1.1ൻ്റെയും ഇടയിലാണ് z എന്ന് പറയുന്നത്. സോ -0.5 എന്ന് പറയുമ്പോൾ ഈ സൈഡിലാണ് വരിക. ഇവിടെ 0 ആണ്, ഇവിടെ -0.5. ഓക്കെ, z = -0.5 ഈ സൈഡിൽ വരും. 1.1 എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡിലും വരും 1.1. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ ആണ്. ഓക്കെ, ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഈ P(40 ≤ x ≤ 56) പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കാണാൻ അറിയാം. അതായത് ഇവിടുന്ന് -0.5 മുതൽ 0 വരെയുള്ള ഏരിയയും 0 മുതൽ 1.1 വരെയുള്ള ഏരിയയും കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതിന് നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂസ് ടേബിൾ നോക്കി കണ്ടുപിടിക്കാനും അറിയാം. സോ ഇതിനെ P(-0.5) z <= എന്നുള്ളതിന് നമുക്ക് z ആകുമ്പോൾ ലെസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ബോത്ത് ആർ സെയിം. സോ z < 1.5 എന്ന് പറയുന്നത് ഈക്വൽസ് ആദ്യം -0.5 മുതൽ 0 വരെയുള്ള ഏരിയ P(-0.5) z < 0 പ്ലസ് ദെൻ 0 മുതൽ 1.1 വരെയുള്ള ഏരിയ P(0 z < 1.1). ഓക്കെ, നമ്മൾ ഈ ടൈപ്പിൽ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. ഓക്കെ, സോ ഇനി ഈ രണ്ട് ഏരിയ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾ ടേബിൾ വാല്യൂ നോക്കുകയാണെങ്കിൽ ഈ -0.5 മുതൽ 0 വരെയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് -0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിളിൽ നോക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് 0.5 ആണ്. ഓക്കെ, 0.5 ഈ ഒരു സൈഡിൽ നമ്മൾ എടുക്കണം, റൈറ്റ് സൈഡിലേക്ക് 0 തന്നെ എടുക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം 0.5 എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ 0.5, പിന്നെ നമുക്ക് വാല്യൂസ് ഒന്നുമില്ല, അപ്പോൾ 0.50. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.1915 ആണ്. ഓക്കെ, സോ ഈ ഒരു പാർട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 0.1915 ആണ്. പ്ലസ് ഇനി z = 1.1ൻ്റെ ഏരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ടേബിൾ വാല്യൂ കിട്ടുന്നത് ഈസ് 0.3643 ആണ്. ഓക്കെ, 1.1 എന്ന് പറയുമ്പോൾ 1.10 ആണ് നോക്കേണ്ടത്. 1.1 ഈ സൈഡിലും ഇങ്ങോട്ട് 0യും നോക്കുക. ഓക്കെ, അതാണ് 1.10 എന്നാണ് അതിന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു -0.5 to 0 വരെയുള്ളതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.1915 കിട്ടി. ദെൻ 0 മുതൽ 1.1 വരെയുള്ളതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.3643 കിട്ടി. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഏരിയ കിട്ടും. ദാറ്റ് ഈക്വൽസ് 0.5558. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ P(40 <= x ≤ 56) എന്നത് ഈസ് ഈക്വൽ ടു z -0.5 <= or less than z < 1.1 ആണ്. ഓക്കെ, so we have the answer P(40 <= x ≤ 56). ഈ <= എഴുതുന്നതും എന്ന് മാത്രം എഴുതുന്നതും ഇവിടെ രണ്ടും സെയിം ആണ്. ഓക്കെ, ഈക്വൽസ് ഈ ഒരു ഏരിയ നമുക്ക് കിട്ടിയത് 0.5558. അപ്പോൾ ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ എക്സ് എന്ന് പറയുന്നത് 40യുടെയും 56ൻ്റെയും ഇടയിലാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.5558 ആണ്. ഓക്കെ, സോ ഈ പ്രോബ്ലം ചെയ്യാൻ ഓർത്തിരിക്കേണ്ട കാര്യം, നമുക്ക് എക്സിന് ഒരു വാല്യൂ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സെഡിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ സെഡിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. z = x - μ/σ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു എക്സിനെ സെഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എക്സിന്ന് ആ ഒരു മ്യൂ കുറയ്ക്കുകയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ മതി. ഇപ്പോൾ x 60 ആണെങ്കിൽ ആ 60ന്ന് ആ മ്യൂ വാല്യൂ കുറയ്ക്കുകയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് z വാല്യൂ കിട്ടും. ഓക്കെ, സോ x = 60,
എന്ന് പറയുന്നത് Z ഈക്വൽസ് 1.5 എന്ന് പറയുന്നതിന് തുല്യമാവും. ദെൻ Z വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു നോർമൽ കർവിൽ അത് മാർക്ക് ചെയ്യാനും അത് വെച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു ഏരിയ കണ്ടുപിടിക്കാനും അറിയാം. ആ കിട്ടുന്ന ഏരിയ ആയിരിക്കും ഈ എക്സിൻ്റെ ആ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ കൺവേർട്ട് ചെയ്യാനുള്ളത് ഈ എക്സിനെ സെഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് മാത്രം ക്ലിയർ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ.